കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. സോ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ണിട്ടാണ്. മറ്റൊന്നുമല്ല, ലൂയിസ് ഡിയാസിന്റെ പിന്നാലെ ഈ ഡെക്കോ നടക്കുന്നത് കാണുമ്പോൾ ഈസ് ഒബ്സസ്ഡ് വിത്ത് ലൂയിസ് ഡിയാസ് എന്നാണ് എല്ലാ സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ സോഴ്സുകളും. ആൻഡ് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് പല ഡീലുകളും ബ്രേക്ക് ആവുന്നത് ഇത് കാരണമാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം നിക്കോ വില്യംസ് ഡീൽ ബ്രേക്ക് ആയതും ലൂയിസ് ഡിയാസിന് വേണ്ടി ഇങ്ങനെ വല്ല ലാസ്റ്റ് മൂമെന്റ് കളിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കിപ്പോൾ നല്ല ഡൗട്ടുണ്ട്. സാർഗോസ് ആൻഡ് റാഷ്ഫോർഡ് ഡീലാണല്ലോ എല്ലാം ഇപ്പം ബ്ലോക്ക് ആയി കിടക്കുന്നത് ഇങ്ങേർക്ക് ലൂയിസ് ഡിയാസ് മതി എന്ന് പറഞ്ഞ് നീങ്ങുന്നതുകൊണ്ടാണ്. കാരണം സ്പോർട്ടിംഗ് ഡയറക്ടർ ആണല്ലോ ഒരു ഡീൽ ഡൺ ആക്കേണ്ടത്. പുള്ളിയുടെ മനസ്സിൽ വേറൊരു പ്ലെയർ ആണെങ്കിൽ നടക്കത്തില്ല. സോ പുള്ളിയുടെ മനസ്സിൽ ലൂയിസ് ഡിയാസ് ആണ്. വേറൊരു ടാർഗറ്റും പുള്ളിക്ക് ഓക്കെ അല്ല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ആൻഡ് ലൂയിസ് ഡിയാസിന് വേണ്ടി 58.6 മില്യൺ പൗണ്ട്സിന്റെ ഒരു ബിഡ് ബയൺ മ്യൂണിക്ക് വിടുകയും അത് റിജക്ട് ചെയ്യുകയും ചെയ്തു. സോ ഓൾമോസ്റ്റ് 70 മില്യൺ യൂറോസോളം കൊടുക്കാൻ ബയൺ മ്യൂണിക്ക് റെഡിയാണ്. അത് വേണ്ട, അതിന് മുകളിൽ ഒരു ബിഡാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 70 മില്യന് മുകളിൽ നമ്മൾ ലൂയിസ് ഡിയാസിന് എന്തായാലും മുടക്കേണ്ടി വരും കൊണ്ടുവരണമെങ്കിൽ. എന്തിന് ഇങ്ങേറെ പുറകെ ഈ ഡെക്കോ ഇത്ര അഗ്രസീവായിട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗോ ഫോർ അടുത്ത ടാർഗറ്റ് നമുക്ക് ഫൈനാൻഷ്യലി പോസിബിൾ ആയ ഒരു ഡീലല്ല ലൂയിസ് ഡിയാസ്. അത് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്തിന് ഇത്ര ഒബ്സസ്ഡ് ആണെന്ന് ഐ ഡോണ്ട് നോ. സോ അവിടുന്ന് നമ്മൾ ഇന്നത്തെ മെയിൻ ന്യൂസുകളിലോട്ട് പോരാട്ടാണെങ്കിൽ ഇസാക്ക് എക്കിറ്റിക്ക സംഭവമാണ് ഇന്നലത്തെ ബിഗസ്റ്റ് തിങ്. മറ്റൊന്നുമല്ല, അലസാൻഡർ ഇസാക്കിന് വേണ്ടി 120 മില്യൺ പൗണ്ട്സ് വരെ മുടക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് വെർബലി ഒരു പ്രപ്പോസല് ന്യൂകാസില് ഫ്രണ്ടില് ലിവർപൂൾ വിട്ടെന്ന് ഡേവിഡ് ഓൺസ്റ്റീൻ കൺഫേം ആക്കി. ആൻഡ് എക്കിറ്റിക്കെ ഡീൽ, അഥവാ ഈ ഡീൽ നടന്നില്ലെങ്കിൽ, നിങ്ങൾ ഇസാക്കിനെ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ എക്കിറ്റിക്കേനെ ഹൈജാക്ക് ചെയ്യും എന്നുള്ളൊരു വാണിങ്ങും കൊടുത്തിട്ടുണ്ട്. സോ ലിവർപൂളിനോട് ന്യൂകാസിൽ യുണൈറ്റഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇസാക്ക് ഈസ് നോട്ട് ഫോർ സെയിൽ എന്നാണ്. അവർ എക്കിറ്റിക്കെ ഡീൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 80 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് വിട്ടു. അതിൽ ഫ്രാങ്ക്ഫർട്ട് ഹാപ്പി അല്ല, അവർ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കേട്ടുന്നു. സോ ലിവർപൂൾ ആ ഡീൽ എൻ്റർ ആവാൻ പോവാണെന്നാണ് ഇപ്പം ഫാബ്രിസിയോ റൊമാനോ കൺഫേം ആക്കിയിരിക്കുന്നത്. സോ ഇസാക്കിനെ തരത്തില്ല എന്നാണ് ന്യൂകാസിലിന്റെ സ്റ്റാൻഡിങ്ങിൽ. ഞങ്ങൾ എക്കിറ്റിക്കിനെ പൊക്കിയിരിക്കും, അത് ഞങ്ങൾക്കുള്ളതാണെന്നാണ് ലിവർപൂൾ പറഞ്ഞിരിക്കുന്നത്. സോ ആകപ്പാടെ പെട്ട അവസ്ഥയിലായി ന്യൂകാസിലിന്. കാരണം ഇസാക്കിനെ ക്ലബ്ബ് വിടണമെന്നാണ്. ഇസാക്ക് മേ ബി ഈ സമ്മറിലല്ല നെക്സ്റ്റ് സമ്മറിലാണ് പുഷ് ചെയ്യാം ഒരു മൂവ്. സോ അങ്ങനെ വരുമ്പോഴേക്കും നെക്സ്റ്റ് സമ്മറിലേക്ക് ഇസാക്കിന്റെ റീപ്ലേസ്മെന്റ് അവർക്ക് കൊണ്ടുവരേണ്ടി വരും. എക്കിറ്റിക്കെ ഓൾമോസ്റ്റ് സിമിലർ പ്രൊഫൈലാണ്. സോ ഇപ്പം എക്കിറ്റിക്കേനെ ലിവർപൂൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതും കയ്യിൽ നിന്ന് പോയി. സോ ന്യൂകാസിൽ ആകപ്പാടെ പെട്ട അവസ്ഥയാണ്. ഇപ്പൊ മറ്റൊരു കുഴപ്പം, ഇപ്പൊ ഈ ഇസാക്ക് ഡീൽ അഗ്രി ചെയ്താൽ 120 മില്യൺ പൗണ്ട് അവരുടെ കയ്യിലുണ്ട്. സോ നമുക്ക് 100 മില്യണിൽ തന്നെ ഉറച്ചു നിൽക്കാം. നെഗോസിയേഷൻസ് കുറച്ചുകൂടെ പാടാവും. ഫ്രാങ്ക്ഫർട്ടിന് അറിയാം ന്യൂകാസിലെ ഫണ്ട് ഉണ്ടെന്ന്. സോ ആകപ്പാടെ പെട്ടൊരു അവസ്ഥയിലാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയാം. അവിടെ മാത്രം തീരുന്നതില്ല, ഡയറേഴ്സും മറ്റ് പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നത് റോഡ്രിഗോ ഡീലിൽ സീരിയസ്ലി ലിവർപൂൾ നീങ്ങുന്നതാണ്. ആർസണലിനേക്കാൾ ഇപ്പം ഫേവറേറ്റ്സ് ലിവർപൂൾ ആണെന്നാണ് ഡയറേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആർനെ സ്ലോട്ട് റോഡ്രിഗോയുടെ ഒരു ഹ്യൂജ് ഫാൻ ആണെന്നും പ്ലെയറുമായിട്ടും ഡയറക്റ്റ് കോൺടാക്ട് വരും ദിവസങ്ങളിൽ ആർനെ സ്ലോട്ട് നടത്താൻ പോവുകയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ 100 മില്യൻ്റെ ഒരു പാക്കേജ് ആണ് റയൽ മാഡ്രിഡ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആൻഡ് ലിവർപൂളിന് അത് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ചില റിപ്പോർട്ടുകൾ വരുന്നത് എന്നാന്ന് വെച്ചാൽ ഈവൻ ഇസാക്ക് ഡീൽ 120 മില്യന് ലിവർപൂൾ ഡൺ ആക്കിയാലും 200 മില്യൺ യൂറോസോളം അവർക്ക് PSRനെ ബ്രേക്ക് ചെയ്യാതെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് 120 മില്യൺ പൗണ്ട് ഇനിയും കൂടെ ഇറക്കിയ 120 മില്യൺ പൗണ്ട് കൊടുത്ത് ഇസാക്കിനെ കൊണ്ടുവന്നു. പിന്നെ സെയിൽസ് ഒന്നും നടന്നില്ലേ, അതായത് ലിവർപൂൾ ഇനി ഒരു സെയിൽ നടത്തിയില്ലേലും 200 മില്യൺ യൂറോസോളം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും PSR ബ്രേക്ക് ചെയ്യാതെ. സോ അവർക്ക് എന്തായാലും ഇപ്പം ഡാർവിൻ ന്യൂനസിന്റെ കാര്യത്തിലൂടെ അപ്ഡേറ്റ് ഉണ്ട്. അതിൽ ഡാർവിൻ ന്യൂനസ് ഡീലിൽ നിന്ന് നാപ്പിളി ഒഫീഷ്യലി ഓഫ് ആയിട്ടുണ്ട്. മിക്കവാറും സൗദി ക്ലബ്ബുകൾ കൊണ്ടുപോകും. ലിവർപൂളിനും അത് തന്നെയാണ് വേണ്ടത്. നാപ്പിളി 50 മില്യൺ വരെയാണ് വിട്ടത്. സൗദിയിൽ നിന്ന് എന്തായാലും 70-80 മില്യന് മുകളിൽ ഒരു പ്രൊപ്പോസൽ വരും. ലിവർപൂളിന് അവിടെ എന്തായാലും പ്രോഫിറ്റ് ആണ്. എങ്ങനെയാലും ഡാർവിൻ ന്യൂനസ് പോകാനായിട്ട് നിൽക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലൂയിസ് ഡിയാസിനെ എങ്ങനെയും അവർ വിൽക്കും. ഈ ബയൺ മ്യൂണിക്ക് വന്നില്ലെങ്കിൽ സൗദിയിലോട്ടാണല്ലോ അവർ വിൽക്കും. അല്ലെ ഡെക്കോ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണെങ്കിലും ഡെക്കോ എളുപ്പം വാങ്ങിച്ചത് വരും. സോ ലൂയിസ് ഡിയാസിനെ അവരൊരു 80 മില്യൺ 90 മില്യൺ ചിലപ്പോൾ റേസ് ചെയ്യും. എങ്ങനെയായാലും ഡാർവിൻ ന്യൂനസ് ലൂയിസ് ഡിയാസ് സെയിലിൽ നിന്ന് അവർ 170-180 മില്യൺ മിക്കവാറും റേസ് ചെയ്യും.
കൂടാതെ ഹാർവി ഏലിയട്ട് പോലത്തെ പ്ലേയേഴ്സ്. കൊണാട്ടേനെ 43.5 മില്യൺ പൗണ്ട്സ് ആണ് കൊണാട്ടയ്ക്ക് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ലിവർപൂൾ വെച്ചിരിക്കുന്നത്. റയൽ മാഡ്രിഡ് 20 മുതൽ 25 മില്യൺ യൂറോസ് വരെ കൊടുക്കാനായിട്ട് റെഡിയാണെന്ന് വാർത്തകളുണ്ട്. സോ ആ ഡീൽ ഡൺ ആവുമെന്ന് അറിയത്തില്ല. 43.5 പൗണ്ട്, അതായത് 50 മില്യൺ യൂറോസോളം റയൽ കൊടുക്കത്തില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സോ ലിവർപൂൾ എന്തായാലും സെയിൽസിലൂടെ നല്ല ഫണ്ട്സ് റേസ് ചെയ്യും. ഈവൻ റേസ് ചെയ്തില്ലെങ്കിലും അവർക്ക് റോഡ്രിഗോ ഡീൽ ഡൺ ആക്കാൻ പറ്റും. സോ ലിവർപൂൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. ലിവർപൂൾ സെൻട്രൽ ബാക്ക്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ അബ്സലൂട്ട് പ്രയോറിറ്റി അറ്റാക്കേഴ്സ് ആണ്. ഒരു സ്ട്രൈക്കർ ഒരു വിങ്ങറോ ആണെന്ന് കേൾക്കുന്നു. എസ്പെഷ്യലി ലൂയിസ് ഡിയാസ് പോവുകയാണെങ്കിൽ റോഡ്രിഗോ ഡീൽ അവർ ഡൺ ആക്കുന്നൊരു ഫീലുണ്ട്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് അൽമാഡേനെ സൈൻ ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ലയോണിൽ നിന്നും. സോ താരത്തിന്റെ 50% റൈറ്റ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് 21 മില്യൺ യൂറോസ്. ടോട്ടൽ വാല്യുവേഷൻ പ്ലെയറിന് ഇട്ടത് 40 മില്യൺ ആണ്. സോ 50% 21 മില്യന് അവർ ഡണ്ണാക്കി. ബാക്കി 50% ബോട്ടോഫോഗോ ഇതൊക്കെ തന്നെയാണ്. സോ ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ലുക്മാൻ ഡീലിൽ എൻ്റർ ആവുന്നു എന്നാണ് ഫാബ്രിസിയോ റൊമാനോ കൺഫേം ആക്കിയിരിക്കുന്നത്. സോ അൽമാഡ ഡീലിൽ അവർ ഓഫായിട്ടില്ല, അൽമാഡ ഡീലിൽ അവിടെ നിർത്തിയിട്ടില്ല. അവർ ലുക്മാനെ കൊണ്ടുവരാനായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ അത്ലറ്റിക്കോ ലുക്കിംഗ് ഗുഡ്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ്സിനോട് പറയാനാണെങ്കിൽ ആർസണൽ നൊരേരിയായിട്ട് പേഴ്സണൽ ടേംസ് ഒരു പ്രിൻസിപ്പൽ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. സോ ഉടനെ തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്യും. നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജന്റ് ആവുന്ന പ്ലെയർ ആണ്. താരം ആർസണലിൽ തന്നെ തുടരുമെന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. ഗുഡ് ന്യൂസ് ഫോർ ആർസണൽ. അതുപോലെ തന്നെ നാപ്പോളി എഡർസന് വേണ്ടി ഒരു ബിഡ് വിട്ടിരുന്നു. നാപ്പോളി അതായത് നമ്മുടെ ഗോൾ കീപ്പർ എഡർസന് വേണ്ടി ഒരു ബിഡ് വിട്ടു ലാസ്റ്റ് വീക്ക്. അത് റിജക്ട് ചെയ്തു എന്നാണ് വാർത്തകൾ വരുന്നത്. നാപ്പോളി ഒരു പുതിയ ഗോൾ കീപ്പറെ നോക്കുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊൻസിസാവോ, നമുക്കറിയാം ചീക്കോ കൊൻസിസാവോ യുവന്റസിന്റെ വിങ്ങർ താരമാണെങ്കിൽ പല മൾട്ടിപ്പിൾ പ്രോജക്ട്സ് റിജക്ട് ചെയ്തുകൊണ്ട് യുവന്റസിൽ തന്നെ നിൽക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇത് യുവന്റസിനേക്കാളും നല്ല പ്രപ്പോസൽസ് ഫൈനാൻഷ്യൽ പാക്കേജ് വന്നെങ്കിലും താരം അത് റിജക്ട് ചെയ്തെന്നും തനിക്ക് യുവന്റസ് മതിയെന്നും പറഞ്ഞ് ലോണിനാണല്ലോ ആളെ കൊണ്ടുവന്നത്. അത് പെർമനന്റ് ആക്കിയിട്ടുണ്ട്. 30 മില്യൺ യൂറോസിന് മുകളിലുള്ള ഒരു പാക്കേജാണ് പോർട്ടോ ആയിട്ട് ഇപ്പോൾ അഗ്രി ചെയ്തിരിക്കുന്നത്. താരം 20%, അതായത് ഈ ഡീൽ ഡൺ ആയാൽ പ്ലെയറിന് ഇത്ര ശതമാനം കൊടുക്കണമെന്നൊക്കെ ഉണ്ട്, ചില ഡീൽസിലൊക്കെ ഉണ്ട്. സോ പോർട്ടോ 20%, പോർട്ടോ കൊടുക്കേണ്ട ആ ഫീസിന്റെ 20% കോൺസിസാവോ വേണ്ടെന്നും വെക്കുകയും ചെയ്തു. സോ അങ്ങനെ ആ ഡീൽ ഡൺ ആക്കിയിട്ടുണ്ട്. സോ സെസ്കോയ്ക്ക് വേണ്ടി സൗദി പ്രോ ലീഗ് സീരിയസ്ലി നോക്കുന്നുണ്ടെന്നും, പക്ഷേ സെസ്കോയുടെ സ്റ്റാൻസ് സെയിം ആണ്. എല്ലാ സൗദി പ്രോ ലീഗ് അപ്രോച്ച്, എല്ലാ ക്ലബിന്റെ അപ്രോച്ച് റിജക്ട് ചെയ്യാണ്. പുള്ളിക്ക് യൂറോപ്പിൽ തന്നെ തുടരാനാണ് പ്ലാൻ എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ന്യൂനസ് ഡീൽ നാപ്പോളി ഓഫായ കാര്യം അറിഞ്ഞാണല്ലോ. സോ അതിന് പകരമായിട്ടും ലൊറൻസോ ലൂക്കാനെ നാപ്പോളി ഉഡിനീസിയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്, ഇറ്റാലിയൻ സ്ട്രൈക്കർ. സോ 9 മില്യൺ ലോൺ ഫീസ് പ്ലസ് 26 മില്യൺ ഒബ്ലിഗേഷൻ രൂപയ്ക്കാണ് ഈ സ്ട്രൈക്കറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ലോറൻസോ ലൂക്ക അങ്ങനെ ഉഡിനീസിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ഇറ്റാലിയൻ സ്ട്രൈക്കർ കൊടുത്തുകൊണ്ടിരുന്നത്. സോ ഡാർവിൻ ന്യൂനസ് ഡീൽ ഇനി അവർ എൻ്റർ ആവത്തില്ലെന്നാണ് കേൾക്കുന്നത്. സോ ഡാർവിൻ ന്യൂനസ് ഇനി സൗദി പ്രോ ലീഗാണ് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ലൂയിസ് ഡിയാസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 58.6 മില്യൺ പൗണ്ട്സ് ബയൺ മ്യൂണിക്കിൽ റിജക്ട് ചെയ്തിട്ടുണ്ട്. ലൂയിസ് ഡിയാസ് ക്ലബ്ബ് വിടാനായിട്ടാണ് പ്ലാൻ എന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ലീഡ്സ് യുണൈറ്റഡ് ഇപ്പൊ മൾട്ടിപ്പിൾ ക്ലബ്സ് ഗോൺസാലോ ഗാർഷ്യനെ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ഉണ്ട്. അതിൽ ഒന്ന് ലീഡ്സ് യുണൈറ്റഡ് ആണ്. ഒരു ലോൺ പ്രപ്പോസലുമായിട്ട് റയൽ മാഡ്രിഡിനെ വരും ദിവസങ്ങളിൽ സമീപിക്കുമെന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ യുവന്റസ് ആണെങ്കിൽ 15 മില്യൺ പൗണ്ടിന്റെ ഒരു പ്രൊപ്പോസൽ സാൻജോയ്ക്ക് വേണ്ടി യുണൈറ്റഡിന്റെ ഫ്രണ്ടിൽ വിട്ടെന്നാണ് ആൽഫ്രെഡോ പെഡുല റിപ്പോർട്ട് ചെയ്തത്. സോ സാൻജോ യുവന്റസും തമ്മിൽ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു എന്ന് പറഞ്ഞ വാർത്തകളൊന്നും വരുന്നില്ല. മേ ബി യുണൈറ്റഡുമായിട്ടൊരു ഡീൽ അഗ്രി ചെയ്യാൻ നോക്കുമായിരിക്കാം. 25 മില്യൺ പൗണ്ട്സ് ആണ് യുണൈറ്റഡ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറയ്ക്കാൻ നോക്കുവാണ്. സാൻജോയുടെ സാലറി ഡിമാൻഡ്സ് ആണ് എല്ലാ ക്ലബ്ബുകളെയും ഓഫ് ആക്കുന്നത്. അതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിനസിന് വേണ്ടി യുണൈറ്റഡ് സീരിയസ് ടോക്സ് ആസ്റ്റമില്ലായിട്ട് തുടങ്ങാൻ പോവുകയാണെന്ന് ഗാസ്റ്റനഡിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അതുപോലെ തന്നെ ഇന്റർ മിലാനിന്റെ റാസ്മസ് ഹോയിലൻഡ് ഡീലിൽ നിന്ന് ഓഫ് ആയത് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആംഗെ ഓൺ ബോണിനെ അവർ 26 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിന് കൊണ്ടുവന്നിരുന്നു. സോ ബോണി വന്നതിനാൽ തന്നെ ഇനിയും ഹോയിലൻഡിനെ വേണ്ടെന്നാണ് ഇന്ററിന്റെ തീരുമാനം. അതുപോലെ തന്നെ ചെൽസി ജോറൽ ഹാറ്റോയിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് സ്ട്രോങ് വാർത്തകൾ വരുന്നുണ്ട്. സോ ഹാട്ടോ നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് സെന്റർ ബാക്കിങ് കളിക്കും, ലെഫ്റ്റ് ബാക്കിങ് കളിക്കും. ഒരു ടിംബറിന്റെ വേറൊരു വേരിയേഷൻ അയാക്സിൽ കളിക്കുന്ന 19 വയസ്സുകാരനാണ്. സോ താരത്തിന് 60 മില്യൺ പൗണ്ട്സ് ആണ് അയാക്സ് ഡിമാൻഡ് ചെയ്ത്. ചെൽസി 40 മില്യൺ യൂറോസ് വരെ കൊടുക്കാൻ റെഡിയാണെന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ ഐ തിങ്ക് ഹാറ്റോനെ ചെൽസി കൊണ്ടുവരുവാണ്. അത് 1.5 സൈനിങ് ആവും. കുക്കറയ്ക്ക് ഒരു ബാക്കപ്പോ പെൻസോ മരസ്കോ ഇഷ്ടപ്പെടുന്ന ഇൻവേർട്ടർ ഫുൾ ബാക്ക് റോൾ ആൾ കളിക്കും. ലെഫ്റ്റ് സൈഡ് സെന്റർ ബാക്കിങ് കളിക്കാനായിട്ട് പറ്റും. വേണ്ടി വന്നാൽ മിഡ്ഫീൽഡിലും യൂസ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഒരു 1.5 അഡീഷൻ ആയിരിക്കും. ഒരു സൂപ്പർ പ്ലെയർ ആണ് ജോറൽ ഹാട്ടോ. മൾട്ടിപ്പിൾ ക്ലബ്സിന്റെ റഡാറിനുള്ള ഒരു പ്ലെയർ ആണ്. സോ ചെൽസി എത്രയും പെട്ടെന്ന് ഡീൽ ഡണ്ണാക്കാൻ നോക്കുമെന്ന് വാർത്തകളുണ്ട്. 40 മില്യൺ വരെ കൊടുക്കാൻ അവർ റെഡിയാണ്. 40 മില്യൺ യൂറോസ്. അവർ 60 മില്യൺ പൗണ്ട്സ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. എന്തായാലും പ്രൈസ് അവർ നെഗോഷിയേറ്റ് ചെയ്ത് കുറയ്ക്കുമായിരിക്കും.
സോ ഇതൊക്കെയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും